ദൈവത്തിൻ്റെ പരിശുദ്ധ തിരുനാമം പെരുമാറാറുണ്ട്. ആദരണീയരായ വൈദിക ശ്രേഷ്ഠരെ, കർത്താവിൽ അനുഗ്രഹീതരെ, പരിശുദ്ധ മൂന്ന് നോമ്പിൻ്റെ അവസാന ദിവസങ്ങളിലേക്ക് നാം പ്രവേശിക്കുകയാണ്. കഴിഞ്ഞ 2 ദിവസങ്ങൾ ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കുവാനും കഴിഞ്ഞകാല ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുവാനും പുതിയ തീരുമാനമെടുക്കുവാനും നമ്മെ തന്നെ നവീകരിക്കുവാനും ഈ ദിവസങ്ങൾ ഉപയുക്തമായി എന്ന് വിശ്വസിക്കുകയാണ്. പരിശുദ്ധ മൂന്ന് നോമ്പിൻ്റെ പ്രധാന വിഷയം യോന പ്രവാചകനും അദ്ദേഹത്തിൻ്റെ ജീവിതം നൽകിയ സന്ദേശങ്ങളുമാണ്. യോന എന്ന വാക്കിൻ്റെ അർത്ഥം പ്രാവം. ഈ നിലവെ പട്ടണം പണിതത് അശൂർ രാജാവ് എന്നാണ് ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായം 11-12 വാക്യങ്ങളിൽ നാം കാണുന്നു. ടൈഗ്രീസ് നദീതീരത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ഈ അശൂർ പട്ടണം അശൂർ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമാണ്. നിലവെ അറിയപ്പെടുന്നതിന് മുമ്പ് നിന എന്ന പാലക ദേവതയുടെ നാമത്തിലാണ് ഈ പട്ടണം അറിയപ്പെട്ടിരുന്നത് എന്ന് ഒരു ഐതിഹ്യമുണ്ട്. യോന പ്രവാചകനെക്കുറിച്ചും നിലവയെക്കുറിച്ചും യോനയുടെ പുസ്തകത്തിലും നഹൂ പ്രവാചകന്റെ പുസ്തകത്തിലും നാം ആഴമായി വായിക്കുന്നു. നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. ഒരു വലിയ ദൗത്യം ജീവിതത്തിൽ നിർവഹിക്കപ്പെട്ട ഒരു പ്രവാചകനായിരുന്നു യോന. ഈ യോനയ്ക്കുണ്ടായ ദൗത്യം എന്താണ്? യോന പ്രവാചക പുസ്തകം 1-ാം അധ്യായം അതിന്റെ 1-ാം വാക്യത്തിൽ അമീത്ഥായുടെ മകനായ യോനയ്ക്ക് യഹോവയുടെ അരുളപ്പാട് ഉണ്ടായതെന്ന്, നീ പുറപ്പെട്ട് മഹാനഗരമായ നിലവിലേക്ക് ചെന്ന് അതിന് വിരോധമായി പ്രസംഗിക്കും. അവരുടെ ദുഷ്ടത എന്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു. ദുഷ്ടതയ്ക്കെതിരായി പ്രസംഗിക്കുക എന്ന ഒരു വലിയ ദൗത്യമായിരുന്നു യോന പ്രവാചകന്റേത്. എന്നാൽ യോനയ്ക്ക് ഉണ്ടായ പ്രത്യേകമായ ഒരു മാനസികാവസ്ഥയുടെ അടിസ്ഥാനത്തിൽ അവൻ അവിടെ നിന്ന് ഓടിപ്പോവുകയാണ്. ഇവിടെ പ്രയോഗിച്ചിരിക്കുന്ന വാക്ക് ദൈവസന്നിധിയിൽ നിന്നും ഓടിപ്പോകുന്ന യോനയുടെ പുസ്തകത്തിൻ്റെ ആദ്യ ഭാഗത്ത് നാം വായിക്കുന്നു. അവിടെ കാണുന്ന യോനയുടെ ജീവിതത്തിലെ ചില വിഹുലതകളെ കുറിച്ചാണ് ഈ അല്പസമയം നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കുന്നത്. യോന തൻ്റെ ജീവിതത്തിൽ 3 തരം നോട്ടങ്ങൾ നോക്കിയെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഒന്നാമത്തെ നോട്ടം എന്ന് പറയുന്നത് അവൻ ദൈവസന്നിധിയിൽ നിന്നും ഒളിച്ചോടുവാൻ ആഗ്രഹിച്ച ഒരു നോട്ടം, അതായത് ഒളിഞ്ഞു പോകുന്നതിന് വേണ്ടി ആഗ്രഹിച്ചിരുന്ന ഒരു നോട്ടം. എന്തുകൊണ്ടായിരിക്കാം? ഒരു പ്രവാചകൻ എന്ന നിലയിൽ താൻ ഒരു സാധാരണ മനുഷ്യൻ അല്ല എന്ന് അദ്ദേഹത്തിന് ബോധ്യമുണ്ട്. താൻ പറയുന്ന കാര്യങ്ങൾ നടക്കണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട്. ദൈവത്തിൻ്റെ അടുത്ത ആൾ എന്ന നിലയിൽ ജനങ്ങളുടെ പാപങ്ങളെക്കുറിച്ചും ജനങ്ങളുടെ ഇടയിൽ നടന്നിരുന്ന ദുഷ്ടതയെക്കുറിച്ചും സംസാരിക്കണമെന്ന് അദ്ദേഹത്തിന് വളരെ താല്പര്യമുണ്ട്. പക്ഷേ ചില സന്ദേഹങ്ങൾ അദ്ദേഹത്തിന് മുന്നിൽ നിൽക്കുകയാണ്.
അതൊരു പക്ഷേ ഒരു മുൻവിധിയായിരിക്കാം, അതൊരു പക്ഷേ ഒരു അഹങ്കാരമായിരിക്കാം. ഈ മഹാനഗരത്തിനെതിരെ പ്രസംഗിച്ചാൽ എൻ്റെ ജീവിതം തന്നെ നഷ്ടമായി പോകുമെന്ന പ്രാണഭയമായിരിക്കും. ഈ 3-4 സംഗതികൾ അവനെ ഭരിച്ചു എന്ന് നമുക്ക് വേണമെങ്കിൽ അനുമാനിക്കാം. അതുകൊണ്ട് അവൻ ചെയ്തത്, നിനവയിലേക്ക് പോകാതെ തർശീശ് എന്ന പട്ടണത്തിലേക്ക് പോകുവാൻ കപ്പൽ കയറുകയാണ്. അതായത് ഒരു ദൗത്യത്തിൽ നിന്നും വ്യതിചലിച്ച് ജീവിതത്തിലെ വേറൊരു സരണിയിലേക്ക്, അല്ലെങ്കിൽ കൂടുതൽ ആയാസരഹിതമായ ഒരു മേഖലയിലേക്ക് തൻ്റെ ദൗത്യം മാറ്റിവെക്കുന്ന ഒരു യോനയെ നമുക്ക് ഈ ഭാഗത്ത് കാണാൻ തക്കവണ്ണം സാധിക്കും. അതായത് ജീവിതത്തിലുണ്ടായ ഒരു പ്രതിസന്ധിയിൽ അദ്ദേഹം ഒളിച്ചോടുകയാണ്. സാധാരണപ്പെട്ട ഒരു മനുഷ്യനല്ല ഇദ്ദേഹം. ഒരു ദൗത്യം ഏൽക്കേണ്ടവനും ദൗത്യത്താൽ നിർവഹിക്കപ്പെട്ടവനുമായ വ്യക്തി എന്ന നിലയിൽ ഇദ്ദേഹത്തിന് ഈ സന്ദർഭത്തിൽ അങ്ങനെയല്ല പെരുമാറേണ്ടിയിരുന്നത് എന്ന് വേദപുസ്തകം നമ്മെ വ്യക്തമായും മനസ്സിലാക്കി തരുന്നു. ദൈവത്തിൽ നിന്നും അകന്നു പോകുന്ന യോനയെ നാം ഈ ഭാഗത്ത് കാണുകയാണ്. ദൈവസന്നിധിയിൽ നിന്നും അകലുവാനാണ് മനുഷ്യന് എന്നും ആഗ്രഹം. ഇത് പറയുമ്പോൾ നമുക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകാം. ദൈവം ആരെന്നും ദൈവത്തിൻ്റെ പ്രവൃത്തികൾ എന്തെന്നും ദൈവം മനുഷ്യനോടുള്ള താതാത്മ്യതയിലും എപ്രകാരം ഇടപെടുന്നു എന്നും അറിയുമ്പോൾ മനുഷ്യൻ ദൈവത്തിൽ നിന്നും അകന്നു പോകുന്നു എന്ന ഒരു മനോഭാവം ഉണ്ടാകുമെന്ന് നവീകരണ ചിന്താഗതിക്കാരനായ മാർട്ടിൻ ലൂതർ പറഞ്ഞു. 16-ാം നൂറ്റാണ്ടിൽ നവീകരണ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്ത ഈ പിതാവ് മാർട്ടിൻ ലൂതർ പറയുന്നതാണ്, സകലവും അറിയുന്ന ദൈവത്തെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ ആ ദൈവത്തെ വെറുക്കുവാനും അവിടുത്തെ സാന്നിധ്യത്തിൽ നിന്ന് ഒളിച്ചോടുവാനും ഞാൻ ശ്രമിച്ചു പോയി എന്ന് അദ്ദേഹം പറയുകയാണ്. പോൾ ടില്ലിക് എന്ന പ്രശസ്തനായ ഒരു മനുഷ്യൻ പറയുന്നു, ദൈവത്തിൽ നിന്നും ഓടിയകലാൻ ഒരിക്കൽ പോലും ശ്രമിച്ചിട്ടില്ലാത്തവൻ യഥാർത്ഥ ദൈവത്തെ അനുഭവിച്ചറിഞ്ഞിട്ടില്ല. പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും പലപ്പോഴും ദൈവസന്നിധിയിൽ നിന്നും ഓടി അകലുവാൻ ആഗ്രഹിച്ചിരുന്നിട്ടുള്ള വ്യക്തികളാണ്. നമുക്ക് ശാന്തമായി ചിന്തിക്കാം, ഏതെല്ലാം മേഖലകളിൽ എൻ്റെ ഒളിച്ചോട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന്. വലിയ നോമ്പിലെ വ്യാഴാഴ്ച രാത്രി നമസ്കാരത്തിൽ നാം ഇപ്രകാരം പ്രാർത്ഥിക്കുന്നുണ്ട്. വലിയ നോമ്പിൽ വ്യാഴാഴ്ച ദിവസം രാത്രി നമസ്കാരത്തിൽ നാം പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന, ഞങ്ങളുടെ നാഥനായ കർത്താവേ, നിന്റെ തിരുമുമ്പിൽ നിന്ന് എവിടേക്ക് ഞാൻ പോകേണ്ടു? നിന്റെ സന്നിധാനത്തിൽ നിന്ന് എവിടേക്ക് ഞാൻ ഓടി ഒളിക്കേണ്ടു? ഉയരത്തിൽ ഞാൻ കയറുന്നുവെങ്കിൽ നീ അവിടെ ആദ്യന്തമില്ലാതെ ഉണ്ട്. പാതാളത്തിൽ ഞാൻ ഇറങ്ങുന്നുവെങ്കിൽ അവിടെയും നിന്റെ അധികാരമാകുന്നു. എൻ്റെ ദൈവമേ, നിന്റെ കരുണയാൽ എന്നോട് കരുണ ചെയ്ത് നിന്റെ വലത്ത് ഭാഗത്ത് എന്നെ നിർത്തിക്കൊള്ളണമേ. എന്തെന്നാൽ ജീവനുള്ള യാതൊന്നും നിന്റെ തിരുമുമ്പാകെ കുറ്റം തീർന്നതായിരിക്കാൻ കഴിയുന്നതല്ല. പ്രിയമുള്ളവരെ, നമുക്കും ശാന്തമായി തിരിഞ്ഞു നോക്കാം. ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ, സന്തോഷങ്ങളിൽ ദൈവത്തെ മറന്നുപോയ അനുഭവങ്ങൾ ധാരാളം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഭയവിഗുലതയോടുകൂടിയാണ് യോന പ്രവാചകൻ ഈ കപ്പലിലേക്ക് പ്രവേശിക്കുന്നത്. ജീവിതത്തിലുണ്ടാകാവുന്ന പ്രതിസന്ധികളെ എങ്ങനെ തരണം ചെയ്യണമെന്ന് വിഹ്വലതയോടുകൂടി അവൻ കപ്പൽ യാത്ര തുടരുകയാണ്. ജീവിതത്തിൻ്റെ യാത്രകൾ ഞാനും നിങ്ങളും തുടങ്ങുന്നത് പലപ്പോഴും ഈ വിഹ്വലതയോടും
പ്രാണഭയത്തോടും ശത്രുഭയത്തോടും മറ്റുള്ളവർ നിന്ദിക്കുമോ എന്ന് പോലും കരുതുന്ന രീതിയിലുള്ള ചില പ്രത്യേക സാഹചര്യങ്ങളുടെ മധ്യേ കൂടി നാം യാത്ര ചെയ്യുന്ന പല അനുഭവങ്ങൾ ഉള്ള ആളുകൾ ഇവിടെ ഉണ്ടാകാം. നമുക്ക് ഒരുമിച്ച് ശാന്തമായി ചിന്തിക്കാം. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാവുന്ന ഒളിച്ചോട്ടങ്ങളിൽ ദൈവത്തിൻ്റെ വ്യാപാരങ്ങളും ദൈവത്തിൻ്റെ ഇടപെടലുകളും എപ്രകാരം വ്യാപരിക്കണമെന്ന് നമുക്ക് ശാന്തമായി ചിന്തിക്കാം. സാധാരണഗതിയിൽ ജീവിതത്തിൽ ഒളിച്ചോട്ടങ്ങൾ ഉണ്ടാകുന്നത് 28 സദൃശവാക്യങ്ങൾ 28 അധ്യായം അതിൻ്റെ 13 വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല, അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനു കരുണ ലഭിക്കുന്നു. വീണ്ടും 32 സങ്കീർത്തനം അതിൻ്റെ 1 വാക്യം, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. 32 സങ്കീർത്തനം അതിൻ്റെ 1 വാക്യം, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. മനുഷ്യ മനസ്സിൻ്റെ യഥാർത്ഥ സ്ഥിതി, അതായത് സുസ്ഥിതി ഭഞ്ജിക്കുന്ന 4 കാര്യങ്ങളുണ്ടെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. ഒന്നാമത്തേത് ഭയമാണ്, 2 അപകർഷതാബോധമാണ്, 3 അകാരണമായ കുറ്റബോധമാണ്, 4 വ്യക്തിവിദ്വേഷമാണ്. യോനായ്ക്ക് തോന്നിയ ഒരു വികാരം ഭയമായിരുന്നു. അവൻ്റെ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും എല്ലാ സുസ്ഥിതിയെയും നല്ല അവസ്ഥയെയും താൻ അർപ്പിക്കപ്പെടുന്ന ദൈവത്തിൽ നിന്നും അകറ്റി നിർത്തി തകർന്ന തരിപ്പണമാകുന്ന രീതിയിൽ അവൻ്റെ ജീവിതത്തെ നശിപ്പിക്കുന്ന 4 കാര്യങ്ങളിൽ ഒന്നാമത്തേത് അവൻ അനുഭവിച്ചത് ഭയമായിരുന്നു. ഈ ഭയം അവൻ്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ തക്കവണ്ണം ദൈവം അവനിൽ ഇടപെട്ടു എന്ന് നാം ആ പ്രവാചക പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, 4 കാര്യങ്ങളിൽ ഏറ്റവും നമ്മെ കാർന്നു തിന്നുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത് കുറ്റബോധമാണ്. ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യാതിരിക്കുകയും മറ്റുള്ളവരോട് അപമര്യാദയായി പെരുമാറുകയും മറ്റുള്ളവരെ നിന്ദിക്കുകയും ചെയ്യുന്ന രീതിയിൽ നമ്മുടെ സ്വഭാവ രീതികൾ വളരുമ്പോൾ നമ്മളുടെ അന്തരാത്മാവിൽ വളരുന്ന ഒരു അനുഭവമാണ് കുറ്റബോധം. ഈ കുറ്റബോധം മനുഷ്യനെ കാർന്നു തിന്നും എന്നാണ് പറയുന്നത്. ഈ കുറ്റബോധം മനസ്സിലേക്ക് വരുമ്പോൾ എവിടെയാണ് ഇത് ഇറക്കി വെക്കുന്നത്? കുമ്പസാര മേശയുടെ മുൻപിൽ ദൈവസന്നിധിയിൽ നാം നമ്മെ തന്നെ പകർന്നെങ്കിൽ മാത്രമേ നമ്മുടെ മനസ്സിൽ നിന്നും ഈ കുറ്റബോധത്തിൻ്റെ അണുക്കൾ മാറുകയുള്ളൂ. അതുകൊണ്ട് കണ്ണുനീരാണ് ഏറ്റവും വലിയ ആയുധമെന്ന് പിതാക്കന്മാർ പറയും. കണ്ണുനീരിൻ്റെ അനുഭവത്തിൽ കൂടി കുറ്റബോധത്തിൻ്റെ ആ മാരകമായ അണുക്കളെ, വിഷാംശങ്ങളെ പുറത്തള്ളുവാൻ സഭ കൽപ്പിച്ചിരിക്കുന്ന ഏറ്റവും സിദ്ധ ഔഷധമാണ് എന്ത്? വിശുദ്ധ കുമ്പസാരം. ഇത് ഒരുക്കത്തിൻ്റെ ഒരു ദിവസമാണ്. ഒരുക്ക ധ്യാനം എന്നാണ് ഇന്നത്തെ ദിവസം നടത്തുന്ന ഈ ധ്യാനത്തെ നാം വിളിക്കുന്നത്. അപ്പോൾ ഞാനും നിങ്ങളും നന്നായി ഒന്ന് ഒരുങ്ങുവാനുള്ള, ഇനി വരുവാനുള്ള നമസ്കാരങ്ങളിലും വിശുദ്ധ കുർബാനയിലും നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ടും നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ കുറവുകളെ കണ്ടെത്തി കണ്ണുനീരോടുകൂടി ദൈവമേ പാപിയായ എന്നോട് കരുണയുണ്ടാകണമെന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയോടുകൂടി നമ്മുടെ ഉള്ളിലുള്ള കുറ്റബോധം എന്ന വികാരത്തെ, കുറ്റബോധമെന്ന ആ ഒരു അനുഭവത്തെ മാറ്റി ദൈവസന്നിധിയിലേക്ക് ആഴമായി കടന്നു വരുവാൻ തക്കവണ്ണം ഈ ദിവസം നമുക്ക് സഹായകമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. രണ്ടാമതായിട്ട് യോനാ പ്രവാചകൻ നോക്കിയത്, യോനാ പ്രവാചകൻ എല്ലാവരും അസ്വസ്ഥരായിരുന്ന സമയത്ത് കപ്പലിൻ്റെ അടിത്തട്ടിൽ ഉറങ്ങുന്ന യോനയെ നാം കാണുകയാണ്. യോനാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം, യോനായോ കപ്പലിൻ്റെ അടിത്തട്ടിൽ ഇറങ്ങിക്കിടന്നു.
നല്ലവണ്ണം ഉറങ്ങുകയായിരുന്നു. അസ്വസ്ഥമായ ഒരു സന്ദർഭത്തിൽ വ്യക്തിയുടെ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന ഒരാളിനെയാണ് നാം ഈ ഭാഗത്ത് ഈ യോനയിൽ കൂടി നാം കാണുന്നത്. നമുക്കും ഉണ്ട് ചില സ്വസ്ഥതകൾ. നാമും ആഗ്രഹിക്കുന്നുണ്ട് ജീവിതത്തിൻ്റെ ചില സ്വസ്ഥമായ അനുഭവങ്ങൾ. ഈ സന്ദർഭങ്ങളിൽ നമുക്കുണ്ടാകേണ്ടത് എന്താണ്? ഒരു ഉണർവാണ്. എന്താണ് നമ്മുടെ അന്വേഷണങ്ങൾ? എൻ്റെ മാത്രം സ്വസ്ഥത, എൻ്റെ മാത്രം ജീവിതത്തിൻ്റെ ആ സുസ്ഥിരമായ ഒരു സുസ്ഥിതി, ഒരു യഥാർത്ഥമായ ഒരു സന്തോഷത്തിൻ്റെ അനുഭവം എനിക്ക് മാത്രം വേണമെന്ന് ആഗ്രഹിക്കുന്നവർ, അതിൽ ചില പിഴകുകൾ ഉണ്ടെന്നാണ് പഠിക്കുമ്പോൾ മനസ്സിലാകുന്നത്. അതിൽ ചില പിഴവുകൾ പറ്റിയാൽ അതുകൊണ്ടല്ല പൂർണ്ണത. ഒരു ക്രിസ്ത്യൻ ലൈഫ് അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന ഒരു പ്രിവിലേജ് എന്ന് നമുക്ക് അഭിമാനിക്കണമെങ്കിൽ അതിനപ്പുറത്ത് നാം ചെയ്തു തീർക്കേണ്ട ചില ദൗത്യങ്ങളിൽ നാം അസ്വസ്ഥരായെങ്കിൽ മാത്രമേ മതിയാവുകയുള്ളൂ. അത് സ്വന്തം കാര്യം മാത്രമായിരിക്കുകയില്ല, അത് അയൽക്കാരൻ്റെ കൂടെ കാര്യമായിരിക്കാം. മറ്റുള്ളവരെ കൂടി കരുതുന്ന, സ്നേഹിക്കുന്ന, മറ്റുള്ളവരെ കൂടി നമ്മിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കുന്ന രീതിയിൽ, നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്ന രീതിയിൽ നാം വളർന്നില്ല എങ്കിൽ അവിടെ വരെ നമ്മുടെ ജീവിതം അസ്വസ്ഥമായി പോകും. അതുകൊണ്ട് യോന ഒരു ജനതയെ മുഴുവനും 1,20,000 പേരെ മാനസാന്തരപ്പെടുത്തുവാൻ ദൗത്യമേറ്റവനായ യോന കപ്പലിൻ്റെ അടിത്തട്ടിൽ കിടന്നുറങ്ങിയപ്പോൾ അവൻ്റെ മനസ്സിൽ അസ്വസ്ഥതകൾ പടരുവാൻ തക്കവണ്ണം ആ ജനസമൂഹം അവനെ നിർബന്ധിച്ചു. നഹൂ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ നിനവയെക്കുറിച്ച് വീണ്ടും പറയുന്നുണ്ട്. ദൈവം അവനെ ഈ കടലിൻ്റെ കരയ്ക്ക്, ഈ മത്സ്യം അവനെ കടലിൻ്റെ കരയ്ക്ക്, അതായത് നിനവ പട്ടണത്തോട് ചേർന്നുള്ള കരയ്ക്ക് ഛർദ്ദിച്ചു. ദൈവം എന്നെ നിങ്ങളെയും എത്തേണ്ടടുത്ത് മാത്രമേ എത്തിക്കുകയുള്ളൂ. നാം പലതും ജീവിതത്തിൽ ആഗ്രഹിക്കാറുണ്ട്. നമുക്കത് ചെയ്തില്ലല്ലോ, നമുക്കത് കിട്ടിയില്ലല്ലോ എന്നൊക്കെ ഉള്ള ഒരു സന്ദേഹങ്ങൾ ജീവിതത്തിൽ എല്ലാവർക്കും ഉള്ളതാണ്. എന്നാൽ ദൈവം കൽപ്പിക്കുന്നത് അനന്ത സാധ്യതകളുടെ ഒരു വലിയ നിക്ഷേപമാണ് മനുഷ്യൻ എന്നൊക്കെ പറയുമെങ്കിലും ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിൽ മാത്രമേ മനുഷ്യന് എന്തുണ്ടാവുകയുള്ളൂ? അവൻ്റെ ജീവിതത്തിന് വിശാലതകളിലേക്കുള്ള യാത്രകൾ, അതിന് പരിപൂർണതയിലെത്തുവാൻ തക്കവണ്ണം സാധിക്കണമെങ്കിൽ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം സുസ്ഥിരമായിരിക്കണം. അത് ദൗത്യത്തിൽ നിന്നുമുള്ള ഒരു ഒളിച്ചോട്ടമല്ല. അവൻ വിചാരിച്ചു ഇവിടെ എല്ലാ കാര്യങ്ങളും ദൈവം നോക്കിക്കൊള്ളും എന്ന്. ഞാൻ കപ്പലിൻ്റെ അടിയിൽ സുഖമായി ഉറങ്ങിക്കൊള്ളാം. എന്നാൽ അതല്ല, എന്നെക്കൊണ്ടും നിങ്ങളെക്കൊണ്ടും ചില കാര്യങ്ങൾ ഈ സമൂഹത്തിൽ, കുടുംബത്തിൽ, സഭയിൽ, നാം നിൽക്കുന്ന ഔദ്യോഗിക മേഖലകളിൽ എല്ലാം ദൈവത്തിന് ചെയ്യിക്കുവാനുണ്ട്. അത് നാം തന്നെ ചെയ്തു തീർക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം കൊണ്ട് അർത്ഥമുണ്ടാവുകയുള്ളൂ. ഈ പ്രവാചകനായ യോന വളരെ ഭയന്നു പോയ ഒരു വിഷയമായിരിക്കാം. ഞാൻ പ്രവചിച്ചാൽ ഇത് വല്ലതും നടക്കുമോ എന്നുള്ളത്. അന്നത്തെ ആളുകൾ വിശ്വസിച്ചിരുന്നത് പ്രവചനം നടത്തിയാൽ അത് നടന്നില്ലെങ്കിൽ കള്ളപ്രവാചകനെന്ന് വിളിക്കപ്പെടും, കള്ളപ്രവാചകനെന്ന് പിന്നീട് ഞാൻ അറിയപ്പെടുമെന്ന് യോന ഭയന്നു പോയി. എങ്കിലും അവൻ്റെ ജീവിതത്തെ ദൈവം വിളിച്ച് വേർതിരിച്ച് ഒരു വലിയ ജനതയുടെ മാനസാന്തരത്തിന് യോഗ്യമായ രീതിയിൽ അവന് ദൈവം ഒരുക്കി. കപ്പലിൻ്റെ അടിത്തട്ടിൽ സ്വസ്ഥമായി ഉറങ്ങുവാൻ അവൻ ആഗ്രഹിച്ച നോട്ടം രണ്ടാമത്തേത്. ആദ്യത്തേത് അവൻ ഒളിച്ചുവടാനുള്ള ആഗ്രഹത്തിൽ നിന്നുള്ള നോട്ടം. രണ്ടാമത്തേത് കപ്പലിൻ്റെ അടിത്തട്ടിൽ ഉറങ്ങുവാൻ ആഗ്രഹിച്ച യോനയുടെ സ്വസ്ഥതയുടെ നോട്ടം.
മൂന്നാമത്തേത് അവസാനമാണ്. ഈ അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് നാം വായിക്കുന്നുണ്ട്, യോനയും നിനവയും 1,20,000 പേരും ആരിലേക്ക് നോക്കി? ദൈവത്തിങ്കിലേക്ക് നോക്കി. ദ ലാസ്റ്റ് വേർഡ്, അവസാനത്തെ വാക്കാണ് ദൈവം. ദൈവത്തിൽ നിന്നും അകലുവാൻ ആഗ്രഹിച്ച മനുഷ്യൻ ദൈവത്തിങ്കിലേക്ക് അടുക്കുവാൻ വീണ്ടും ആഗ്രഹിക്കുകയാണ്. യോനയുടെ വാക്ക് നിനവക്കാർ അനുസരിക്കുകയാണ്. നിനവയുടെ സ്ഥിതി വളരെ ഭയാനകമായ ഒരു അവസ്ഥയിലായിരുന്നു. എന്തൊക്കെ അപമാനകരമായ അനുഭവങ്ങൾ നഹൂം പ്രവാചകന്റെ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ദുരഹങ്കാരം, ദുരഭിമാനം, ദുർവൃത്തി, ഞാൻ എന്ന ഭാവം. വേദപുസ്തകത്തിൽ ഈ ഭാവങ്ങളെല്ലാം ചേർത്ത് പറയുന്നൊരു വാക്കുണ്ട്, അതാണ് ദുഷ്ടത. ദുഷ്ടത എൻ്റെ അടുക്കൽ എത്തിയിരിക്കുന്നു, അതുകൊണ്ട് നീ അവരോട് പ്രസംഗിക്കുക. പ്രതികാരത്തിന് വേണ്ടി നിലവിളിക്കുന്ന അവൻ്റെ നിലവിളി എൻ്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു, അതിനെതിരെ പോയി നീ പ്രസംഗിക്കുക. കാരണം ടേൺ ടു ഗോഡ്, സത്യത്തിലേക്കും നീതിയിലേക്കും ഒരു ടേണിങ് വേണം മനുഷ്യന്. അല്ലെങ്കിൽ മനുഷ്യ ജീവിതം അസ്വസ്ഥമായി പോകും. പരിശുദ്ധ കുർബാനക്രമത്തിലെ മരണകരമായ 7 പാപങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന് നിഗളമാണ്, 2 അത്യാഗ്രഹമാണ്, 3 മോഹം, 4 കോപം, 5 അമിത ഭക്ഷണം, 6 അസൂയ, 7 അലസത. ഈ എല്ലാ പാപങ്ങളും കൂടി ചേർന്ന ഒരു നിനവെ പട്ടണം അവസാനം തിരിഞ്ഞത് ദൈവത്തിങ്കിലേക്കാണ്. നിനവേക്കാരുടെ ജീവിതം പരിശോധിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഈ മരണകരമായ 7 പാപങ്ങളും ഉണ്ടായിരുന്നു. വിവാഹ ശുശ്രൂഷയുടെ സമയത്ത് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, ഈ ദമ്പതികളെ മരണകരമായ അസൂയയിൽ നിന്നും വിടുവിക്കണമേ എന്നാണ്. അസൂയപ്പെടുന്നത് മരണകരമായ ഒരു പാപമാണ്. പലപ്പോഴും നാം ചിന്തിക്കാറുണ്ട്, നമ്മുടെ ജീവിതത്തിൽ നാം പാപമൊന്നും അധികം ചെയ്തിട്ടില്ലല്ലോ എന്ന്. തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സിന് സ്വസ്ഥത തരുന്ന രീതിയിൽ പക്ഷേ അനലൈസ് ചെയ്യുമ്പോൾ അറിയാം ഏതെല്ലാം തലങ്ങളിലാണ് പാപം നമ്മെ വേട്ടയാടിയിരിക്കുന്നത് എന്ന്. പ്രിയമുള്ളവരെ, ഈ ഒരുക്കത്തിൻ്റെ ദിവസത്തിൽ മരണകരമായി എന്നെ സ്പർശിച്ചിട്ടുള്ള പാപങ്ങൾ എന്നിൽ നിന്നും ഒഴിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നിന്നിൽ നിന്നും ഒളിച്ചോടുവാനല്ല, ദൈവത്തിൽ നിന്നും ഒളിച്ചോടുവാനല്ല. ടേൺ ടു ഗോഡ്, റിജോയ്സ് ഇൻ ഹോപ്പ്. ദൈവത്തിലേക്ക് തിരിയുകയും പ്രത്യാശയിൽ സന്തോഷിക്കുകയും ചെയ്യുന്ന ആ നവ്യ അനുഭവത്തിൻ്റെ സന്തോഷം, അതനുഭവിക്കുവാനാണ് ദൈവം നമ്മെ ക്ഷണിക്കുന്നത്. ദൈവത്തിങ്കിലേക്ക് യോന പൂർണ്ണമായി തിരിഞ്ഞപ്പോൾ നിനവെ പട്ടണം മുഴുവനും ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു. എൻ്റെ ഒരു വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ എൻ്റെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും മേഖലകളിൽ എനിക്ക് നഷ്ടമായി പോകുന്ന ആത്മീയ മൂല്യങ്ങൾ, എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു പോകുന്ന ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ട് ദൈവമേ അത് നഷ്ടമായി പോയിട്ടുണ്ട് എങ്കിൽ അത് തിരിച്ചെടുക്കുവാൻ ഈ ദിവസം എന്നെ ശക്തനാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. യോന നമ്മുടെ മുന്നിൽ ഒരു മാതൃകാ പുരുഷനായി നിൽക്കട്ടെ. യോന കടന്നു വരുന്നത് അനുസരണക്കേടിൻ്റെ ഒരു പുരുഷനായിട്ടാണെങ്കിലും അനുസരണമുള്ള ഒരു പുരുഷനായി
ദൈവത്തിങ്കിലേക്ക് മനുഷ്യനെ ആകർഷിക്കുവാൻ തക്കവണ്ണം അവൻ പ്രാപ്തനായി ദൈവം അവനെ ഉപയോഗിച്ചതുപോലെ എനിക്കും ജീവിതത്തിൽ, നമുക്കും ജീവിതത്തിൽ അങ്ങനെ ഉണ്ടാകുവാൻ തക്കവണ്ണം ഈ ദിവസം സഹായകമാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. 3 കാര്യങ്ങളാണ് ഞാൻ പങ്കുവച്ചത്. ഒന്നാമത്തെ യോന പ്രവാചകന്റെ നോട്ടം, അവൻ ദൈവത്തിൽ നിന്നും ഒളിച്ചോടുവാൻ ആഗ്രഹിച്ചു. രണ്ടാമത്തേത് അസ്വസ്ഥതകളിൽ സ്വസ്ഥത ആഗ്രഹിച്ചു. 3-ാമത്തെ നോട്ടം അവൻ ദൈവത്തിങ്കിലേക്ക് നോക്കി എന്നതാണ്. രട്ടുടുക്കുവാൻ തക്കവണ്ണം, ചാക്കൊടുക്കുവാൻ തക്കവണ്ണം വിനീതരായ നിനവാക്കാരെയാണ് നാം മാതൃകയാക്കുന്നത്. നമ്മുടെ ദുരഹങ്കാരം, ദുരഭിമാനം, ജീവിതത്തിലെ എല്ലാ നിഗളവും മരണകരമായ പാപങ്ങളും ദൈവസന്നിധിയിൽ നമുക്ക് ഇറക്കി വയ്ക്കാം. നമ്മെ തന്നെ ശുദ്ധീകരിക്കുവാൻ ഈ ദിവസം നമുക്ക് പ്രയോജനപ്പെടുത്താം. ദൈവത്തിങ്കിലേക്ക് നാം നോക്കുമ്പോൾ മറ്റുള്ളവരും നമ്മെ മാതൃകയാക്കുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ ദൈവം നമ്മെ ഇടയാക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ദിവസം ഏറ്റവും ശ്രേഷ്ഠകരമായി തീരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നിലും നിങ്ങളിലും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.